നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായിസം പൊളിഞ്ഞോ? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ CPM നേതാക്കളും അണികളും അടക്കം ചർച്ച ചെയ്യുന്നത്, പൊതുസമൂഹവും മാധ്യമങ്ങളും അടക്കം ചർച്ച ചെയ്യുന്നത് പിണറായിസത്തിന് അവസാനമായോ എന്നാണ്. 2016 മുതൽ കേരളത്തിലെ CPMനെ നയിക്കുന്നത് ഏക വ്യക്തിയാണ്, അത് പിണറായി വിജയനാണ്. പിണറായി പറയുന്നത് എന്തോ അതാണ് CPMന് വേദവാക്യം, അതാണ് CPMൻ്റെ അവസാന തീരുമാനം. പിണറായിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ CPMൽ ആർക്കും കഴിയുന്നുണ്ടായില്ല. പിണറായി തീരുമാനിക്കുന്നത് CPMൽ നടന്നിരിക്കും. പിണറായി തീരുമാനിക്കുന്നത് പോലുമല്ല, പിണറായി വിചാരിക്കുന്നതെന്തോ അത് CPMൽ നടന്നിരിക്കുമെന്നുള്ള അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കനത്ത പരാജയം പിണറായിസത്തിൻ്റെ അവസാനമാവുകയാണോ? പിണറായിസത്തിൻ്റെ മരണമണി മുഴങ്ങുകയാണോ? അങ്ങനെയാണെന്നാണ് പിണറായി വിരുദ്ധരായ ചില CPM നേതാക്കൾ പറയുന്നത്. ഇനി പിണറായിക്ക് പറയുന്ന പോലെ പാർട്ടിയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഭരണവിരുദ്ധ വികാരം, പിണറായി ഭരണത്തിന് എതിരായുള്ള ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണെന്നും ആ വികാരത്തെ UDF നന്നായി ഉപയോഗിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്നുള്ള സൂചന ചില CPM നേതാക്കൾ പുറത്തുവിട്ടു തുടങ്ങി. ഏതായാലും പിണറായി വിജയൻ പിടിച്ചെടുത്ത് ഇനി കാര്യങ്ങൾ അങ്ങനെ നിൽക്കില്ല എന്ന് ഏറെക്കുറെ CPM നേതാക്കൾ പറയുന്നുണ്ട്. പിണറായിയുടെ മുന്നോട്ടുള്ള പോക്കിന് വിഘാതമായതാണ് ഈ നിലമ്പൂരിലെ വൻ UDF വിജയം. ഭരണവിരുദ്ധത കാരണം ഇല്ല എന്ന പിണറായിയുടെ വിലയിരുത്തലിനെ പാർട്ടി തള്ളാനുള്ള സാഹചര്യവും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഭരണം കുറച്ചുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഭരണത്തിൽ അഴിച്ചുപണി വേണമെന്നുമൊക്കെ പാർട്ടി നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനയും ഇപ്പോൾ CPM നേതാക്കൾ നൽകുന്നുണ്ട്. MA ബേബിയും MV ഗോവിന്ദനും കുറച്ചുകൂടി കരുത്താർജിക്കുമെന്ന സൂചനയും അവർ നൽകുന്നു. കാരണം MV ഗോവിന്ദനെ CPM യോഗത്തിൽ പരസ്യമായി പിണറായി ശാസിച്ചിരുന്നു. ബൈക്ക് കണ്ടാൽ വായി തോന്നിയത് വിളിച്ചു പറയരുതെന്ന് നിലമ്പൂരിലെ RSS ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ആധാരമാക്കി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ ഉന്നതതല യോഗത്തിൽ നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് പിണറായി അത് പറഞ്ഞത്. അത് MV ഗോവിന്ദന് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കിയെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. MV ഗോവിന്ദൻ പതിയെ MA ബേബിയുടെ അടുത്തേക്ക് ചായുന്നു എന്നുള്ള സൂചന നേരത്തെ തന്നെ പിണറായിക്ക് ലഭിച്ചിരുന്നു. തനിക്കെതിരെ ബേബിയും ഗോവിന്ദനും കണ്ണൂരിലെ മറ്റ് ചില അസംതൃപ്തരായ CPM നേതാക്കളും P ജയരാജൻ, EP ജയരാജൻ, ശൈലജ അടക്കമുള്ളവരും ചേർന്ന് തനിക്കെതിരെ ഒരു കുറുമുന്നണി LDFൽ CPMൽ ഉണ്ടാക്കുന്നു എന്ന സൂചനയും പിണറായി വിജയന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു അവസരം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദനെതിരെ കടുത്ത നിലപാട് അദ്ദേഹം എടുത്തത് ഗോവിന്ദനെ ഒന്ന് ഭീഷണിപ്പെടുത്തി നിർത്താനാണെന്നും CPM നേതാക്കൾ പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിസത്തിനെതിരെയുള്ള CPMനകത്തെ നീക്കങ്ങൾക്ക് ഗോവിന്ദനും ബേബിയും ചേർന്ന് ഒരു നേതൃത്വം നൽകിയാൽ അപ്പോൾ പിന്നെ പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം പിണറായിയുടെ ശക്തി എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ശക്തിയാണ്. ഭരണമുള്ളത് കൊണ്ടാണ് പിണറായി CPMൽ അവസാന വാക്കായിരിക്കുന്നത്. പിണറായിയെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള നേതാക്കളെല്ലാം അദ്ദേഹം വെട്ടിയൊതുക്കി. G സുധാകരൻ, തോമസ് ഐസക്, KK ശൈലജ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ പാർട്ടിയുടെ പുറംപോക്കിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നേതൃത്വം CPMൽ ഉയർന്നു വരാൻ പിണറായി സമ്മതിക്കില്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഏതായാലും ഈ നിലമ്പൂരിൽ പിണറായിക്ക് കിട്ടിയ പ്രഹരം പിണറായിസത്തിൻ്റെ മരണമണിയാണ് മുഴക്കുന്നതെന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം പോവുകയാണെങ്കിൽ അതുവഴി പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. കാരണം പിന്നെ പിണറായിക്ക് ഭരണത്തിലും പാർട്ടിയിലൊന്നും ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല. പിണറായി VS അച്യുതാനന്ദനെ പോലൊരു നേതാവായി ഒതുങ്ങി തലശ്ശേരിയിലെ പിണറായിയിലെ തന്നെ വീട്ടിലിരിക്കേണ്ടി വരും. അപ്പോൾ പുതിയൊരു നേതൃത്വം മുന്നോട്ട് വന്ന് CPMന് നിയന്ത്രണം ഏറ്റെടുക്കും. അങ്ങനെ ഇനി പാർട്ടിക്ക് അതിജീവനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് പല CPM നേതാക്കളും രഹസ്യമായി പറയുന്നത്. അതുകൊണ്ട് പിണറായിസത്തിൻ്റെ അവസാനത്തിൽ പിണറായിസത്തിൻ്റെ മരണമണി മുഴങ്ങുന്നതിൽ ഉള്ളാല സന്തോഷിക്കുന്ന ധാരാളം CPM നേതാക്കളുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഈ വൻ വിജയം പിണറായിസത്തിൻ്റെ മരണമണി തന്നെയായിരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ CPM നേതാക്കൾ രഹസ്യമായി നൽകുന്നത്.